ഇക്കൊല്ലം നമുക്ക് നല്ല മഴയൊക്കെ ഉള്ള സമയമാണല്ലേ. ഒരു ചെറിയ കഥ കേട്ടാലോ? മോളിന്ന് ചിത്രഗുപ്തനും ദൈവവും താഴത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാള് എന്നും ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നു, അന്നദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നദാനം കഴിക്കാൻ കുറെ ആളുകൾ വരുന്നുണ്ട്, അയാൾ അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ക്യാഷുള്ള ടീമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പരുന്ത് ഒരു പാമ്പിനെ കൊത്തിയിട്ട് കാഞ്ചിയും കൊണ്ട് പോവാണ്. ആ സമയത്ത് പാമ്പിന്റെ വായിന്ന് 2 തുള്ളി വിഷം താഴത്തേക്ക് വീണു. ഇയാളുടെ ഭക്ഷണത്തിലേക്കാണ് വീണത്. അപ്പൊ അത് കഴിച്ച് 2 പേര് അപ്പൊ തന്നെ മരിച്ചു. അപ്പൊ അത് കേട്ടിട്ട് അവിടുത്തെ രാജാവ് പറഞ്ഞു, ഇനി അവിടെ അന്നദാനം ഒന്നും കൊടുക്കണ്ട, ഡെത്ത് ആയതല്ലേ, അപ്പൊ ഇനി അങ്ങനെ കൊടുക്കണ്ട, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടിട്ട് ചിത്രഗുപ്തൻ ദൈവത്തിനോട് ചോദിച്ചു, ആരുടെ പേരിലാണ് നമുക്കിതിന്റെ പാപം എഴുതാന്ന്. അപ്പോ ദൈവം പറഞ്ഞു, അയാള് നല്ലൊരു വർക്കല്ലേ ചെയ്തത്, അയാൾ അന്നദാനം ചെയ്യാണ് ചെയ്തത്, അപ്പൊ അയാളുടെ പേരിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ എന്നാ പരുന്തിന്റെ പേരിൽ പരുന്തിന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്, പരുന്തിന്റെ ഫുഡാണ് പാമ്പ്, അപ്പൊ പരുന്തിന്റെ പേരിൽ എഴുതാൻ പറ്റില്ല. എന്നാ പിന്നെ പാമ്പിന്റെ പേരിലോ? പാമ്പ് ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് ആരാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ചിലത് വീണു പോകും, അങ്ങനെയാണ് പാമ്പിന്റെ കയ്യിൽ നിന്ന്. എന്നാൽ കുറച്ച് സമയം ചിത്രഗുപ്ത ഒന്ന് വെയിറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം ആരുടെ പേരിലാണ് എഴുതേണ്ടത്, നമുക്ക് ആളുകളെ കിട്ടും, നമുക്ക് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷെ ഇയാൾക്ക് ഈ അന്നദാനം കൊടുക്കുന്ന ആളുടെ ഒരു പാഷനാണ്, അയാൾക്ക് ദിവസം കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം, അത് അയാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പൊ അയാള് പോയിട്ട് രാജാവിന്റെ കൈയും കാലൊക്കെ പിടിച്ച് അയാൾ വീണ്ടും കൊടുക്കണത് തുടങ്ങി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ 2 പേര്, ഭാര്യയും ഭർത്താവും, അവർക്ക് ഭയങ്കര ദാരിദ്ര്യമാണ്, മക്കളൊന്നുമില്ല നോക്കാനൊന്നും. അപ്പൊ അവരോട് ആളുകൾ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട് നമ്മുടെ അയൽപക്കത്ത് സ്ഥാനത്ത്, അപ്പൊ അവിടെ പോയി ഭക്ഷണം കിട്ടും നിങ്ങൾക്ക്, നിങ്ങൾ അവിടേക്ക് പോയിക്കോളൂ പറഞ്ഞു. അപ്പൊ ഇവര് ഭാര്യയും ഭർത്താവും നടന്നു പോയപ്പോ അവിടെ ഒരു 4 ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരോട് പോയി ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ആള് ഉണ്ട് ഇത്രയും ഭക്ഷണം കൊടുക്കുന്നത്, അത് എവിടെയാണ് ചോദിച്ചു. അത് ചോദിച്ചപ്പോ അവര് എന്താ പറഞ്ഞു വെച്ചാല്, അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണ്ട, ഭക്ഷണം കഴിച്ചവര് ഡെത്ത് ആയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഭക്ഷണം കഴിക്കണ്ട പറഞ്ഞു. അപ്പൊ ഇവരെന്താ വിചാരിച്ചു, ഭക്ഷണം വേണ്ട നിങ്ങൾക്ക്, ഞങ്ങളുടെ ജീവനാണ് വലുതെന്ന് പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പൊ ദൈവം ചിത്രഗുപ്തനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഈ 4 ആളുകളില്ലേ, അവരുടെ പേരിൽ എഴുതിയാൽ മതി ഡെത്ത്, 2 ഡെത്തിന്റെ പാവം അവരുടെ പേരിൽ എഴുതിയാൽ മതി. അപ്പൊ അതെന്താണെന്ന് ചിത്രഗുപ്തൻ ചോദിക്കാൻ, അത് എന്താണ് ദൈവമേ അങ്ങനെ പറഞ്ഞത്? അപ്പോ ദൈവം പറഞ്ഞു, അവര് ആൾക്കാര് നല്ല വിശന്നിട്ടാണ് വന്ന് ചോദിച്ചത്, അപ്പൊ അവർക്ക് ഭക്ഷണം കിട്ടിയതുമില്ല, പോരാത്തതിന് കൊടുക്കുന്ന ആളുടെയും കുറ്റവും പറഞ്ഞു. അപ്പൊ ഈ 4 ആൾക്കാർ ഒരു മനുഷ്യന് ഒരു സാധനം കൊടുക്കുന്നില്ല, പക്ഷെ അവിടെ 4 ആൾക്കാർ കൂടിയിരിക്കുന്നത് എന്തിനാണ്? കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇതിന്റെ കഥയുടെ സാരാംശം എന്താ വെച്ചാല്, നമ്മുടെ കർത്തവ്യം കറക്റ്റായിട്ട് ചെയ്യാം. ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവർക്കുള്ളത് അവർക്ക് കിട്ടിക്കോളും. നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്യാം, നമ്മള് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് മതി. ആൾക്കാരെ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബൈ.